ബംഗളൂരു ജാമ്യ ഹർജിയുടെ വാദം അടച്ചിട്ട മുറിയിൽ വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ബലാത്സംഗ കേസെടുത്ത 6ാം ദിനവും രാഹുൽ ഒളിവിൽ തന്നെ. ബംഗളൂരുവിലും പൊള്ളാച്ചിയിലും പരിശോധന. പാലക്കാട് ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തിയ SIT. അതിജീവിതയെ അപമാനിച്ചതിൽ കൂടുതൽ പേർക്കെതിരെ കേസ്. ജാമ്യം തേടി രാഹുൽ ഈശ്വറും കോടതി. ശബരിമലയ്ക്ക് മാലയിട്ടവരെ കോളേജിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി. സംഭവം കർണാടക ചിക്കമംഗളൂരിൽ. 3 വിദ്യാർത്ഥികളോട് കോളേജിൽ പ്രവേശിക്കും മുൻപ് മാലയൂരാൻ അധികൃതർ ആവശ്യപ്പെട്ടെന്ന ആരോപണം. പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവിനെയും ഒഴിവാക്കി കുറ്റപത്രം. ഡ്രൈവർ യദു കൃഷ്ണനെ മേയർ അസഭ്യം പറഞ്ഞിട്ടില്ല. മേയറെ ഒഴിവാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഡ്രൈവർ യദു കൃഷ്ണൻ. മസാല ബോണ്ട് പണം വകമാറ്റിയതിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കെന്ന് ED. മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിൽ ഭൂമി വാങ്ങാൻ തീരുമാനമെടുത്തു. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ഉൾപ്പെടുത്തി ED റിപ്പോർട്ട്. കർണാടകയിൽ താൽക്കാലിക വെടിനിർത്തൽ. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് സൗഹൃദം പങ്കിട്ട് സിദ്ധരാമയ്യയും DK ശിവകുമാറും. വികസനം തുടരുമെന്ന് DK ശിവകുമാർ. താനും DKയും ഒറ്റക്കെട്ടെന്ന് സിദ്ധരാമയ്യ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 8-ന് പരിഗണിക്കും. മിനിറ്റ്സിൽ ചെമ്പ് എന്നെഴുതിയത് മറ്റ് ബോർഡ് അംഗങ്ങളുടെ അറിവോടെ എന്ന വാദം. തെറ്റുപറ്റിയെങ്കിൽ തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വമെന്ന് ജാമ്യാപേക്ഷയിൽ പത്മകുമാർ. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. SIR മാറ്റിവെക്കണമെന്ന് കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. SIR-നെ ചൊല്ലി ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിച്ചു. യുദ്ധകാല അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാനാവില്ലെന്ന് കേന്ദ്രം.